ഓം നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 7. പരീക്ഷിത്ത് ചോദിച്ചു, ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെയും കൊണ്ട് പാതാളത്തിൽ ഒളിച്ചു എന്നും വിഷ്ണു ഭഗവാൻ വരാഹമായി അവതരിച്ച് അവനെ വധിച്ച് ഭൂമിയെ വീണ്ടെടുത്തു എന്നും ഭൂമിദേവി പൃഥുവിനോട് പറഞ്ഞല്ലോ. ആ കഥ എങ്ങനെയാണ്? അപ്പോൾ വരാഹാവതാരത്തെക്കുറിച്ച് ശ്രീശുകൻ പറയുന്നതാണ്. മരീചിപുത്രനായ കശ്യപ പ്രജാപതിയുടെ പത്നിയാണ് ആദിദക്ഷന്റെ പുത്രിയായ ദിതി. ഗർഭിണിയായ ദിതിയുടെ വീർത്തുമെത്തിയ ഉദരവും അതിൽ നിന്നും പ്രസ്ഫുരിക്കുന്ന ഭയാനകമായ തേജസ്സും കണ്ട് ഇങ്ങനെ ഉണ്ടാകാൻ കാരണമെന്തെന്ന് ഭയാത്ഭുത വിവശരായി ഇന്ദ്രാദികൾ പത്മസംഭവനോട് സംശയം ചോദിച്ചു. വിരിഞ്ചൻ പുഞ്ചിരിച്ചുകൊണ്ട് അരുളി ചെയ്തു. ജയവിജയന്മാരുടെ ചരിത്രമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. സനകാദി മുനികൾ ഒരിക്കൽ വിഷ്ണു ഭഗവാനെ കണ്ടു വന്ദിക്കുവാനായി വൈകുണ്ഠത്തിൽ വന്നു. ആദി സൃഷ്ടികളായ ആ മഹർഷികൾക്ക് ഏതു സമയത്തും ഭഗവത് സന്നിധാനത്തിൽ പ്രവേശിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഭഗവാൻ പള്ളിക്കുറുപ്പ് കൊള്ളുന്ന അനന്തശയന മണിയറ വാതുക്കൽ വന്നപ്പോൾ അവിടെ കാവൽ നിന്നിരുന്ന ദ്വാരപാലകന്മാരായ ജയവിജയന്മാർ, ജയനും വിജയനും സഹോദരന്മാരാണ്, ആ മുനികളെ സന്നിധാനത്തിലേക്ക് കടത്തിവിട്ടില്ല. ഉടനെ ആ ഋഷീശ്വരന്മാരുടെ ഉള്ളിൽ കോപമുദിക്കുകയും വൈകുണ്ഠത്തിൽ ഭക്തന്മാരുടെ പ്രവേശനത്തെ തടസ്സപ്പെടുത്തിയ നിങ്ങൾ അസുരന്മാരായി ഭവിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അറിവില്ലാതെ തങ്ങൾ ചെയ്തു പോയ അപരാധം ക്ഷമിച്ച് ശാപമോക്ഷമരുളണമെന്ന് അവർ വിഷ്ണു ഭഗവാനോട് കരഞ്ഞപേക്ഷിച്ചപ്പോൾ 3 ജന്മം നിങ്ങൾ അസുരന്മാരായി പിറന്ന് ആ 3 ജന്മങ്ങളിലും എൻ്റെ കയ്യാൽ തന്നെ മരണം വരിച്ച് ഒടുവിൽ എന്നിൽ വന്ന് വിലയം പ്രാപിച്ചുകൊള്ളുക എന്ന് അദ്ദേഹം ശാപമോചനം നൽകി, അനുഗ്രഹിച്ചു. അതനുസരിച്ച് ആ ജയവിജയന്മാർ അസുരഭാവത്തിൽ കശ്യപപുത്രന്മാരായി ദിതിയുടെ ഉദരത്തിൽ ജനിക്കുകയാണ്. അവരെ ദിതി ഇരട്ടയായി പ്രസവിക്കും. അതീവ ദുഷ്ടന്മാരും അതുല്യ പരാക്രമശാലികളും വിഷ്ണു വിദ്വേഷികളും ത്രിലോക ജേതാക്കളുമായി അവർ വളരും. ഒടുവിൽ വൈകുണ്ഠപതി തന്നെ അവരെ വധിക്കുകയും ചെയ്യും. സന്ധ്യാസമയത്തുണ്ടായ സന്താനങ്ങളായതുകൊണ്ടാണ് അവർ ദൈവവിദ്വേഷികളും പാപികളും ക്രൂരന്മാരുമായി ഭവിക്കുന്നത്. ആ ഘോരന്മാർ ദിതിയുടെ ഗർഭാശയത്തിൽ കിടക്കുന്നതിൻ്റെ സൂചനയാണ് ഭീകരോജ്വലമായ ആ പ്രഭാപ്രസ്ഫുരണം. സന്ധ്യാസമയത്ത് ഉണ്ടായ സന്താനങ്ങളായതുകൊണ്ടാണ് അവർ ഇങ്ങനെ ദൈവവിദ്വേഷികളായത് എന്ന് ഇതിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സന്ധ്യാസമയത്ത് ഒരുപാട് വിഷാണുക്കൾ നമ്മളുടെ അന്തരീക്ഷത്തിൽ ഉള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ജനിക്കുന്ന കുട്ടികളിൽ പോസിറ്റീവ് എനർജിയും സ്വഭാവങ്ങളും എല്ലാം കുറവായിരിക്കും. അവരിൽ നെഗറ്റീവിനാണ് സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ശുദ്ധവായു ഉള്ള സമയം എന്ന് പറയുന്നത് പ്രഭാതമാണ്, രാവിലെയാണ്, അതായത് വെളുപ്പാങ്കാലം. അപ്പോൾ സന്ധ്യാസമയത്ത് കുട്ടികൾ ജനിക്കാൻ പാടില്ല എന്നും, എന്നാൽ ഏറ്റവും നല്ലത് പ്രഭാതത്തിൽ, അതായത് വെളുപ്പാങ്കാലത്ത് ജനിക്കുന്ന കുട്ടികളാണ് ഏറ്റവും നല്ലവരായി മാറുന്നതെന്നും വിശ്വാസം മാത്രമല്ല സയൻസും അതുതന്നെയാണ്. കാരണം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഉള്ള സമയം പ്രഭാതമാണ്, വെളുപ്പാങ്കാലമാണ്. അത് എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. ദിതിയുടെ പുത്രന്മാരെ കുറിച്ചാണ് അടുത്തായി നമ്മൾ പറയുന്നത്. കാലാന്തരത്തിൽ ദിതി 2 പുത്രന്മാരെ ഇരട്ടയായി പ്രസവിച്ചു. ആദ്യം പിറന്നവന് ഹിരണ്യകശിപു എന്നും ദ്വിതീയന് ഹിരണ്യാക്ഷൻ എന്നും നാമകരണം ചെയ്തു. അവർ അതിമുഷ്കന്മാരായി പെട്ടെന്ന് വളർന്നു. വിഷ്ണു വിദ്വേഷത്തിൻ്റെ പേരിൽ ദൈവഭക്തന്മാരും നല്ലവരും സാത്വികന്മാരുമായ സർവ്വജനങ്ങളെയും അവർ നിർദ്ദയം ദ്രോഹിക്കാൻ തുടങ്ങി. പിന്നീടവർ പത്മാസനനെ തപസ്സു ചെയ്ത് ഉഗ്രങ്ങളായ വരങ്ങളും വാങ്ങി. അതോടുകൂടി അവരോടെതിരിടാൻ ജഗത്രയങ്ങളിലും ആരുമില്ലെന്നുള്ള മട്ടായി.
ലോകപീഡനം അവർക്കൊരു നിത്യാനന്ദ ലീലയായി തീർന്നു. കാലക്രമത്തിൽ ത്രിലോകങ്ങളിലും അവരുടെ അധീശത്വം സ്ഥാപിതമായി. ഹിരണ്യകശിപുവിൻ്റെ നാമമല്ലാതെ ത്രിമൂർത്തികളുടെയോ ഉപദേവന്മാരുടെയോ പേരുകൾ ആരും ജപിക്കാൻ പാടില്ലെന്ന് അവർ വിളംബരവും പ്രസിദ്ധപ്പെടുത്തി. അതോടൊപ്പം ശുക്രമഹർഷിയെ തങ്ങളുടെ അസുരഗുരുവായും അവർ സ്വീകരിച്ചു. മതം പെരുത്ത് തന്നോടെതിരിടാൻ ആരുമില്ലെന്നുള്ള അഹങ്കാരത്തോടെ അനുജനായ ഹിരണ്യാക്ഷൻ കയ്യിലൊരു കാരിരുമ്പ് ഗദയും വഹിച്ചുകൊണ്ട് അട്ടഹാസം മുഴക്കി നാനാലോകങ്ങളിലും ചുറ്റി നടന്നു. ആരും അവനോട് എതിരിടാൻ മുമ്പോട്ട് വന്നില്ല. എല്ലാവരും അവനെ കണ്ട് പ്രാണഭീതിയോടെ ഓടി ഒളിക്കുകയാണ് ചെയ്തത്. ഒടുവിൽ എതിരാളിയായി ആരെയും കിട്ടാത്ത ഗൗരവത്തിന് ഈ ഭൂമിയെ തന്നെ അവൻ ചുരുട്ടിയെടുത്തുകൊണ്ട് സമുദ്രത്തിലേക്ക് ചാടി. ആഴിയിലെ വെള്ളം അവന് മുട്ടോളമേ ഉണ്ടായിരുന്നുള്ളൂ. സാഗരത്തിൽ കിടന്ന് തുള്ളിച്ചാടി തിമിർത്ത് വിഹരിച്ചുകൊണ്ട് തുങ്കങ്ങളായ തരംഗങ്ങളെ അവൻ ഗദയാൽ അടിച്ച് ധൂളി പോലെ പറപ്പിച്ചു. അനന്തരം തന്നോട് എതിരിടാനായി ആ ദൈത്യേന്ദ്രൻ സമുദ്രനാഥനായ വരുണനെ പോരിനു വിളിച്ചു. ഭയാക്രാന്തനായി പാശി പേടിച്ചോടി പാലാഴിയിലെത്തി പത്മലോചനന്റെ പാദമലരുകളിൽ അഭയം പ്രാപിച്ചു. അടുത്തത് വരാഹാവതാരത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സൃഷ്ടികർമ്മം നടത്തിക്കൊണ്ടിരുന്ന സ്വയംഭുവ മനു സൃഷ്ടിക്ക് ആസ്ഥാനമായ ധരാതലം പെട്ടെന്ന് തിരോഭൂതമായത് കണ്ട് വിസ്മയത്തോടെ ഇത്ര വേഗം പ്രളയം ബാധിച്ചുവോ എന്ന സസംഭ്രമം സന്ദേഹിച്ചുകൊണ്ട് നേരെ സത്യലോകം പ്രാപിച്ചു. സാരസ്വൽഭവനെ വിവരം ധരിപ്പിച്ചു. തൽക്ഷണം തന്നെ താർമകൻ വൈകുണ്ഠത്തിലെത്തി ചെന്താമരക്കണ്ണനോട് പറഞ്ഞു: പ്രഭോ, ലോകരക്ഷക, സൃഷ്ടിക്ക് ആധാരമായ ഭൂതലം നശിച്ചിരിക്കുന്നു. കശ്യപപുത്രനായ ഹിരണ്യാക്ഷൻ ധരണിയെയും ചുരുട്ടിയെടുത്തുകൊണ്ട് എവിടെയോ പോയി മറഞ്ഞിരിക്കുന്നു. നിന്തിരുവടി എന്നെ സൃഷ്ടികർത്താവായി നിയോഗിച്ചു. സൃഷ്ടികർമ്മം അഭംഗുരം തുടർന്ന് നടത്തുവാൻ ഞാൻ മനുവിനെയും സൃഷ്ടിച്ചു. ഭൂമിയില്ലാതെ എവിടെയാണ് സൃഷ്ടി ചെയ്യേണ്ടത്? നിന്തിരുവടി തന്നെ ഇതിനൊരു പോംവഴിയുണ്ടാക്കിയില്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇല്ലാതെയായിത്തീരും. എന്തൊരു അമംഗളകരമായ അവസ്ഥയാണിത്. നാൻമുഖന്റെ നിവേദനം കേട്ട് ജഗന്മയനായ ശ്രീഹരി ഒരു കോണി ശിശുവായി അവതരിച്ച് ബ്രഹ്മാവിന്റെ നാസാരന്ധ്രത്തിൽ നിന്നും പുറത്തേക്ക് ചാടി വീണു. വിരൽ മുഴുപ്പിൽ ഒരു ചെറിയ വരാഹ പൈതലായിട്ടാണ് മൂക്കിൽ നിന്നും പുറത്തേക്ക് വീണതെങ്കിലും നിമിഷനേരം കൊണ്ട് അത് പർവ്വത തുല്യം വളർന്നു. ലോകങ്ങൾ 14 നടുങ്ങുമാറ് ഉഗ്രമായൊന്ന് ഗർജിച്ചു. മേതുരാകൃതിയിലുള്ള ആ പന്നിയെ കണ്ട് ബ്രഹ്മാവും മരീചി തുടങ്ങിയ മഹർഷികളും അത്ഭുതപ്പെട്ടു. എൻ്റെ മൂക്കിൽ നിന്നും ഒരു വിരൽ മുഴുപ്പിൽ താഴെ വീണ ഈ പന്നിക്കുഞ്ഞ് ഭീകരാകാരം പൂണ്ട് അമ്പരപര്യന്തം ഉയർന്നു നിൽക്കുന്നു. ഇദ്ദേഹം ആരാണ് എന്ന് വിരിഞ്ചൻ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് സാക്ഷാൽ ശ്രീനാരായണ മൂർത്തിയാണെന്ന് അദ്ദേഹത്തിന് ജ്ഞാനോദയമുണ്ടായി. ശരീരമാസകലം പടർന്ന് വിജൃംഭിച്ചു നിൽക്കുന്ന നീണ്ട കറുത്ത രോമങ്ങളെ കുടഞ്ഞുകൊണ്ടും വാലു ചുഴറ്റിക്കൊണ്ടും വക്ത്രവും നാസികയും കീഴോട്ടാക്കിക്കൊണ്ടും ബടവാഹിനി സന്നിഭം ഉജ്ജ്വലിക്കുന്ന നേത്രങ്ങളെ തുറിച്ചുകൊണ്ടും മേതുര വരാഹമൂർത്തി വരാശിയിലേക്ക് കുതിച്ചു ചാടി. തൻ്റെ ശത്രു തന്നെ അന്വേഷിച്ച് വെള്ളത്തിൽ ചാടിയിരിക്കുന്നു എന്നറിഞ്ഞ് അസുരപ്രവരൻ പാതാളത്തിൽ ഗൂഢമായി കടന്ന് ഭൂമിയെ അവിടെ ഒരു രഹസ്യമായ കോണിൽ ഗോപനം ചെയ്തു. പാൽക്കടൽ വാസൻ പാരാവാരം മുഴുവനും ദിതിസുതനെയും ക്ഷിതിതലത്തെയും അന്വേഷിച്ചു. കണ്ടുകിട്ടായകയാൽ ക്രുദ്ധനായി ഗർജിച്ചുകൊണ്ട് അദ്ദേഹം നേരെ പാതാളത്തിലേക്ക് ചെന്നു. ധരണി മാത്രം അവിടെയുണ്ട്. ഹിരണ്യാക്ഷൻ അപ്രത്യക്ഷനായിരിക്കുന്നു. തൻ്റെ തേറ്റമേൽ ക്ഷോണിയെ പൊക്കിയെടുത്തുകൊണ്ട് ഖോണിരൂപിയായ നളിനായതലോചനൻ പാതാളത്തിൽ നിന്നും ഒളിവിൽ നിന്നുകൊണ്ട് ദൈത്യേന്ദ്രൻ തൻ്റെ വൈരിയെ കണ്ടു. ഇതോ എൻ്റെ ശത്രു, ഇതൊരു കാട്ടുമൃഗമല്ലേ? ഇവനെ ഞാൻ ഭയപ്പെടുകയോ? എൻ്റെ ഗദ കൊണ്ടുള്ള ഒരടിക്ക് ഇവനില്ല. ഇവനെ പേടിച്ച് ഞാൻ ഒളിച്ചിരുന്നല്ലോ, കഷ്ടം. ഏവം വിധം ചിന്തിച്ചുകൊണ്ട് ഹിരണ്യാക്ഷൻ ഗദാഹസ്തനായി വരാഹമൂർത്തിയുടെ നേർക്കടുത്തു. ഇളകിക്കൊണ്ടിരുന്ന ഇളാതലത്തെ തൻ്റെ യോഗശക്തിയാൽ ആഴിയുടെ ഉപരിതലത്തിൽ കീഴോട്ടു താഴാത്ത വിധം നിക്ഷേപിച്ചിട്ട് മധുവൈരി മതാന്തനായ ഹിരണ്യാക്ഷനുമായി ആഹവത്തിനൊരുമ്പിട്ടു. ദൈത്യേന്ദ്രൻ ഗദാപാണിയായി നിൽക്കുന്നത് കണ്ട്
ദൈത്യവൈരി തൻ്റെ കൗമോദകം എന്ന ഗദയെയും കയ്യിലെടുത്തു. ഗദകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഉഗ്രശബ്ദത്താൽ ബ്രഹ്മാണ്ഡ കടാഹത്തിൻ്റെ അന്തർഭാഗം പോലും പ്രചലിച്ചു. ആ യുദ്ധം കാണുവാൻ വിരിഞ്ചനും നാരദാദി മുനികളും ദേവന്മാരും വാനരവീഥിയിൽ വന്നു നിരന്നു. വരാഹമൂർത്തിയുടെ ഗദ അസുരന്റെ ഗദയുടെ പ്രഹാരമേറ്റ് അമ്പുതിയിൽ തെറിച്ചു വീണു. ഭഗവാൻ ഉടനെ തൻ്റെ ദിവ്യായുധമായ സുദർശനത്തെ ധ്യാനിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ തൃക്കരത്തിൽ വന്നു വിളങ്ങി. സംഹാരരുദ്രനെ പോലെ കോപിച്ചലറിക്കൊണ്ട് ഹിരണ്യാക്ഷൻ ഒരു നെടിയ ശൂലമെടുത്ത് ഭഗവാന്റെ നേർക്കെറിഞ്ഞു. സുദർശനം കൊണ്ട് അദ്ദേഹം അത് തടുത്തു. പിന്നെ അവർ തമ്മിൽ മുഷ്ടിയുദ്ധമായി. അതിനിടയിൽ പല മായാസ്ത്രങ്ങളും അസുരൻ പ്രയോഗിച്ചുകൊണ്ടിരുന്നു. സുദർശനത്തിന്റെ ആഗ്നേയ പ്രകാശത്തിൽ ആ മായാസ്ത്രങ്ങൾ സർവവും നിഷ്ഫലങ്ങളായി. അനവധി കാലം അവർ തമ്മിലുള്ള ഉഗ്രസമരം നീണ്ടുനിന്നു. ഒടുവിൽ ദൈത്യൻ തന്റെ സർവശക്തിയും പ്രയോഗിച്ച് വരാഹമൂർത്തിയെ കടന്നുപിടിച്ച് മറിച്ചു താഴത്തേക്കിട്ടു. തിരിഞ്ഞു മറിഞ്ഞ് വീഴുന്ന വഴി മുരാന്തകൻ അവന്റെ മുതുകിൽ പതിച്ചു. തേറ്റകൊണ്ട് ഗാത്രം സർവത്ര പിളർന്നു. സമുദ്രം മുഴുവനും രക്തമയമായി. പിന്നെയും അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് യുദ്ധം തുടർന്നു. അവർ തമ്മിൽ പിന്നെയും വളരെ കാലം ഘോര സമരോത്സവമാടി. ഒടുവിൽ ഭഗവാൻ ഹിരണ്യാക്ഷനെ തൃക്കാലിനാൽ തട്ടി താഴെ വീഴിച്ച് തേറ്റകൊണ്ട് അവന്റെ ഉടൽ ആപാദമസ്തകം നടുവെ പിളർന്നു അവനെ നിധനം ചെയ്തു. അത് കണ്ട് ഇന്ദ്രാദി ദേവകളും നാരദാദി മഹർഷികളും ശ്രീനാരായണന്റെ മഹിമാവിശേഷങ്ങളെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് പുഷ്പവർഷങ്ങൾ ചെയ്തു. അനന്തരം അനന്തശായി ധരാതലത്തെ അനായാസേന തേറ്റമേലെടുത്ത് യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. ലോകാനുഗ്രഹത്തിനു വേണ്ടി വരാഹരൂപത്തിൽ അവതരിച്ച സച്ചിദാനന്ദ സ്വരൂപനായ വിഷ്ണു ഭഗവാൻ പിന്നീട് വൈകുണ്ഠം പ്രാപിച്ച് തൻ്റെ കാരണമായ ശ്രീമൻ നാരായണമൂർത്തിയിൽ വിലയം പ്രാപിച്ചു. പരീക്ഷിത്ത് ചോദിച്ചു, മഹാമുനെ, സനകാദികളുടെ ശാപത്താൽ അസുരന്മാരായി പിറന്ന ജയവിജയന്മാർക്ക് ശാപമോക്ഷമരുളി അവരെ അനുഗ്രഹിച്ച വിഷ്ണു ഭഗവാനോട് ഇത്ര വലിയ വൈരം തോന്നാൻ കാരണമെന്താണ്? ശ്രീശുകൻ പ്രതിവചിച്ചു, പാർത്ഥിവേന്ദ്ര, ആ വൈര്യം ഭക്തിയുടെ ഒരു വകഭേദമാണ്. വിദ്വേഷഭക്തി ശത്രുത ഭാവിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. വിദ്വേഷഭക്തിയിൽ അന്തർഭവിച്ചിരിക്കുന്ന തത്വം. ഭക്തി പല വിധത്തിലാണ്. മരണവേളയിൽ ഭഗവാന്റെ തിരുനാമം ഒന്നുച്ചരിച്ചതിന് അജാമിളൻ എന്ന ബ്രാഹ്മണന് മോക്ഷം കിട്ടി. ഭക്തിയാൽ മാത്രമാണ് നാരദൻ ബ്രഹ്മപുത്രനായി ജനിച്ച് ബ്രഹ്മർഷിയായി തീർന്നത്. ആ കഥകൾ ഞാൻ പറയാം, കേട്ടാലും. 7-ാം അധ്യായത്തിൻ്റെ 1-ാം ഭാഗം ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.